അപ്പോൾ നമ്മുടെ ചക്കരശ്ശേരിക്കുള്ള ഒരു സ്പെഷ്യൽ ചേരുവ തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക തടുക്കുക പാനിലേക്ക്. പിന്നെ ഒരു 5-10 അല്ലി ചുവന്നുള്ളി വട്ടനെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളകും കൂടിയിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് ചിരകിയ നാളികേരമാണ്, അതും കൂടെ ചേർത്തിട്ട് നാളികേരം ചുവക്കൊന്ന് വറുത്തിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ വറുത്തിട്ടെടുക്കുക. ഇനി ഇത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് ഒന്ന് ആ ചൂടിൽ തന്നെ നമ്മൾ നാളികേരത്തിൻ്റെ ചൂടിൽ തന്നെ ആ പൊടിയല്ലേ ഒന്ന് ചൂടായാൽ മതി. ഇനി അതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതാ ചക്ക കുരുവും ചുളയൊക്കെ എല്ലാം കൂടിയിട്ട് ഒരു 800 ഗ്രാമോളം വരുന്നുണ്ട്. പിന്നെ അതേ ചുള വട്ടനോ നീളനോ എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ അതുപോലെ അരിഞ്ഞെടുക്കാം. ചെറിയ പീസുകളാക്കിയിട്ട് അരിയുക, കുരും ചെറിയ പീസുകളാക്കിയിട്ട് അരിയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വല്ലാണ്ട് മൂത്തത് മാത്രം കുരുവിൻ്റെ പോളയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഒന്നിച്ചിട്ടിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈക്കൊണ്ടൊന്ന് തിരുമ്മി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 2 ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്കിത് നമ്മുടെ ചൂടാറിയിട്ടുണ്ട് നാളികേരത്തിൻ്റെ മിക്സ്, അതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സി ജാറിട്ടിട്ട് വെള്ളം തൊടാതെ പൊടിച്ചിട്ട് ഒരു പൾസ് മോഡിലിട്ടിട്ട് ഒരൊറ്റ തിരിയൊന്ന് തിരിച്ചെടുത്താൽ മതിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നല്ലൊരു മിക്സാണ്. ഇത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതേ മിക്സി ജാറിലേക്ക് തന്നെ 3/4 കപ്പ് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, നല്ല എരിവുണ്ടായിരിക്കും, എരിശ്ശേരിയാണ്, അപ്പം നല്ല എരിവുള്ള പച്ചമുളക് 3 ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം 1/2 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം, ഒരു 3 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. പൾസ് മോഡിൽ ഇട്ടിട്ട് തന്നെ 2-3 തിരിയൊന്ന് തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചാൽ മതിയാവും. വെള്ളമൊന്നും തൊടരുത്. ഇനി നമ്മുടെ ചക്ക ഇടയ്ക്കിട്ടൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. ചക്കയിൽ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 3 ഗ്ലാസോളം വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കയെല്ലാം നന്നായി വന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ കയ്യിലുകൊണ്ട്. ഈ സമയത്ത് വെള്ളമെല്ലാം പാകമായിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എരിശ്ശേരി നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ടൈപ്പാണ്. അതിന് ശേഷം വേണം ഇതൊക്കെ നന്നായി ഉടച്ച് മിക്സാക്കി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ റെഡിയാക്കി വയ്ക്കുക. അതിന് ശേഷം വേണം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി ഒന്ന് തിള വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടിയാണ് കേട്ടോ. ബെല്ലം പൊടി മേടിക്കാൻ കിട്ടില്ല, അതാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. അതിന് ശേഷം വേണം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് വേണം നമ്മൾ വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കാച്ചി ഇട്ട് കൊടുത്ത് നല്ല എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്.